ഹോ, ഈ ഭാരതത്തിനുണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ, മാറ്റം. എന്ത് 29 ഇന്ത്യക്കാരെ ഇന്ത്യക്കകത്ത് കയറി വെടിവെച്ച് വന്നതോ മാറ്റം? അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ തന്നെ അതിനോട് പ്രതികരിക്കുന്ന രീതി ഭാരതം മാറിയില്ലേ? അതിൽ മാറിയില്ലേ? സിന്ധു എന്ന് വെള്ളം ഉണ്ടാക്കുന്ന കരാറിൽ നിന്ന് ഭാരതം മാറിയില്ലേ? ഈ രണ്ട് ജീമാരല്ലാതെ ആരെങ്കിലും ഇങ്ങനൊരു ആക്രമണം ഉണ്ടായി ഇങ്ങനെ പ്രതികരിക്കൂ? എടാ മണ്ട, അത് സിന്ധു നദിന്ന് വെള്ളം ഉണ്ടാക്കുന്ന കരാറല്ല, അത് സിന്ധു നദീജല കരാറാണ്. പിന്നെ മറ്റേ പറഞ്ഞാൽ ശരിയാ, ഇവ രണ്ടാളല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ കരാറ് സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത്, അല്ലാതെ കരാറ് റദ്ദാക്കുകയല്ല. എന്തോ ആയിക്കോട്ടെ, തിരിച്ചടി കൊടുത്ത. എന്ത് തിരിച്ചടി? പാകിസ്ഥാനാണ് അഭിനയിച്ച സിനിമ വിലക്കിയതോ? അതാണോ തിരിച്ചടി? പാകിസ്ഥാനെ അതിർത്തിയിലല്ല ആക്രമണം നടത്തിയത്, 200 കിലോമീറ്റർ ഇന്ത്യക്കകത്തോട്ടാണ്, അതായത് തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള ദൂരം. എന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം ഈ കാര്യത്തെ പറ്റി അറിയുന്നത്. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമല്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ തടഞ്ഞില്ല? അല്ല, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു, അതുകൊണ്ട് ഇനി കാശ്മീരിൽ വേറെ പ്രശ്നമില്ല. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞതൊക്കെ വെറും തള്ളുകളായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? അല്ലടേ, നീയൊക്കെ എന്തിനാണ് ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെ ഒക്കെ ആദരാഞ്ജലി പോസ്റ്റുകളെ താഴ്പ്പ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? പിന്നെ അവരല്ലേ വിളിക്കാളൂ, അവരല്ലേ എമ്പുരാനൊക്കെ ഇറക്കി, അപ്പൊ അവരെ തന്നെ തെറി വിളിക്കാളൂ. ആ ബെസ്റ്റ് മോഹൻലാലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. പണ്ടൊക്കെ രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ മറുപടി പറയേണ്ടവരുടെ ലിസ്റ്റ് പ്രധാനമന്ത്രി, ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മേധാവികൾ, പട്ടാള മേധാവികൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിരുന്നു. പക്ഷെ 2014 ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറുപടി പറയേണ്ടവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ, പൃഥ്വിരാജ്, MA ബേബി, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, മുസ്ലിങ്ങൾ, അങ്ങനെയൊക്കെ. ഇതാണോ നീ പറഞ്ഞ മാറ്റം? അല്ല, അപ്പൊ മോഹൻലാലിനല്ലേ തെറി വിളിക്കാനുള്ള? ആ ബെസ്റ്റ്. മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. ഇന്ന് നിങ്ങൾ അമിത്ഷാക്ക് ജയ് വിളിക്കുന്നു. എന്തിന്? ഇത്ര ഇന്ത്യക്കാരെ കുരുതിക്ക് കൊടുത്തേനോ? എടെ, പണി അറിയാത്ത ഇയാൾ ഈ പണി രാജിവെച്ച് പോവാണ് വേണ്ടത്.